പ്രിയമുള്ളവരെ, എസ് ജാനകിയെക്കുറിച്ച് പറയാൻ എനിക്കെന്ത് അവകാശം? സംഗീതത്തെ ആസ്വദിക്കാനല്ലാതെ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്നാൽ സംഗീതത്തോട് വളരെ അടുത്ത് ഇടപഴകുന്നവനാണ് ഞാൻ. കാരണം എൻ്റെ വാമഭാഗം സംഗീതാധ്യാപികയാണ്. എസ് ജാനകിയെക്കുറിച്ച് ടി മോഹൻദാസ് നൽകിയ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. നല്ല പ്രഭാഷകനും കലാസ്വാദകനും കൂടിയാണ് അദ്ദേഹം. ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ജാനകി അമ്മയുടെ സവിശേഷതകൾ എടുത്തു പറയുന്നുണ്ട്. അവരുടെ 2 ഗാനങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ശ്രദ്ധിച്ചു. മനോഹരം. 1, മഞ്ഞണി പൂനിലാവില് പേരാറ്റിൻ കരയിങ്കൽ. ചിത്രം നഗരമേ നന്ദി. രചന പി ഭാസ്കരൻ. സംഗീത സംവിധാനം കെ രാഘവൻ. 2, വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു. ചിത്രം ഭാർഗവീ നിലയം. രചന പി ഭാസ്കരൻ. സംഗീത സംവിധാനം MS ബാബുരാജ്. ഈ ഗാനരത്നങ്ങൾ എന്നെയും ഹഠാത് ആകർഷിച്ചു. അവരുടെ നിര്യാണം വല്ലാതെ വേദനിപ്പിച്ചു. ഒരു അനുസ്മരണ കവിത ഞാൻ എഴുതി. അത് ചൊല്ലാം. അമരവാണി. അമരവാണി. ഗായകനല്ലെങ്കിലും നിത്യം കേൾപ്പൂ ഞാൻ ഗായികേ നിന്റെ മധുര ഗാനാലാപം. വാണീദേവിയുടെ പരദാനത്താൽ നിൻ ഗാനങ്ങൾ വിശ്വമെങ്ങും തിരതല്ലുന്നു. ഗായകനല്ലെങ്കിലും നിത്യം കേൾപ്പൂ ഞാൻ ഗായികേ നിന്റെ മധുര ഗാനാലാപം. സന്തോഷ സന്താപങ്ങൾ രതിമൃതികൾ എന്തു വികാരമാണെങ്കിലും ഹൃത്തുകൾ ക്ഷണനേരത്തിൽ കീഴടക്കും. അവിസ്മരണീയമാം നിന്നുടെ ശബ്ദവിന്യാസം. ഗായകനല്ലെങ്കിലും നിത്യം കേൾപ്പൂ ഞാൻ ഗായികേ നിന്റെ മധുര ഗാനാലാപം. സംഗീതം മുറയിൽ പഠിക്കാതെ തന്നെ അംഗീകാരങ്ങൾ എത്രയോ നേടിയല്ലോ. അനശ്വര ഗാനങ്ങൾ അനേകായിരം കനിഞ്ഞു നൽകി ഭവതി വിസ്മയം. ഗായകനല്ലെങ്കിലും നിത്യം കേൾപ്പൂ ഞാൻ ഗായികേ നിന്റെ മധുര ഗാനാലാപം. പല ഭാഷകൾ പല വേദികൾ എല്ലാം കലാനിധേ നിന്റെ സ്വരമാധുരിയാൽ സായുജ്യം നേടിയെന്നോർക്കുമ്പോഴെൻ മനം മയൂര നടനമാടുന്നു ഹർഷത്താൽ. ഗായകനല്ലെങ്കിലും നിത്യം കേൾപ്പൂ ഞാൻ ഗായികേ നിന്റെ മധുര ഗാനാലാപം. കാലമെത്ര കഴിഞ്ഞാലും പാടില്ലല്ലോ കലയ്ക്കു നീ ചാർത്തിയതാം ഗാനമാല്യം. വേദനയെ മറയ്ക്കുന്ന പുഞ്ചിരിക്കും വദനം മറക്കില്ല അമരവാണി. കാലമെത്ര കഴിഞ്ഞാലും പാടില്ലല്ലോ കലയ്ക്കു നീ ചാർത്തിയതാം ഗാനമാല്യം. വേദനയെ മറയ്ക്കുന്ന പുഞ്ചിരിക്കും വദനം മറക്കില്ല അമരവാണി.
ഗായകനല്ലെങ്കിലും നിത്യം കേൾപ്പൂ ഞാൻ ഗായികേ നിന്റെ മധുരഗാനാലാപം. വാണീദേവിയുടെ വരദാനത്താൽ നിൻ ഗാനങ്ങൾ വിശ്വമെങ്ങും തിരതല്ലുന്നു. നിൻ ഗാനങ്ങൾ വിശ്വമെങ്ങും തിരതല്ലുന്നു. ഞാൻ കരിമം എം നീലകണ്ഠൻ. എന്നെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നന്ദി, നമസ്കാരം.